ഹിമാചലിലെ ധർമ്മശാലയിലൂടെ ഞാൻ പോവാണ്. അപ്പൊ അവിടുന്ന് ഒരാള് നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് വന്നു. അയാളുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ വിദേശത്തൊക്കെ കാണുന്ന ഒരു ടൈപ്പ് ലൈഫ് സ്റ്റൈലാണ്. എന്താന്ന് പറഞ്ഞാൽ കുറച്ച് കാലം ഒരു സ്ഥലത്ത് താമസിക്കും, അവിടെ ഇരുന്നുകൊണ്ട് അയാൾ വർക്ക് ചെയ്യും, അയാൾ അടുത്ത സ്ഥലത്തോട്ട് പോകും. ധർമ്മശാലയിൽ നിന്ന് അയാൾ പിന്നെ ഗോവയിലോട്ട് പോകും, ഗോവയിൽ നിന്ന് അയാൾ ദുബായിലോട്ട് പോകും, ഒരു 2-3 മാസം അവിടെ താമസിക്കും, അവിടെ വർക്ക് ചെയ്യും. ഞാൻ കണ്ടു അവിടെ ഉള്ളൊരു വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസിൽ നിന്ന് ആ മനുഷ്യൻ ലാപ്പിൽ എന്തൊക്കെയോ ചെയ്യുന്നു. അത് കഴിഞ്ഞ് അടച്ചു വെച്ച് അയാൾ ചില്ല് ചെയ്യുന്നു, ഹാങ് ഔട്ട് ചെയ്യുന്നു. അതൊരു പ്രത്യേക ലൈഫ് സ്റ്റൈൽ. കാരണം അയാളുടെ ലൈഫ് ആലോചിച്ച് നോക്കൂ. അയാൾ ആഗ്രഹിക്കുന്ന സമയത്ത് ഫ്രീഡത്തോടു കൂടി ആഗ്രഹിക്കുന്ന ഇടത്താണ് അയാൾ ജോലി ചെയ്യുന്നത്. എന്നൊരു 9 to 5 ജോലി ചെയ്യുന്ന ഒരാളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വേറെ എവിടെയോ ആണ് ജോലി. അങ്ങോട്ട് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ക്ലോക്ക് നോക്കി വാച്ച് നോക്കി പോകണം. ട്രാഫിക് അത് ഇത്, അവിടെ എത്തി വാച്ച് നോക്കി ആ സമയം കഴിയുമ്പോൾ തിരിച്ചെത്തി വീട്ടിലെത്തി സമയമില്ലാതെ റെസ്റ്റ് എടുത്ത് കുറച്ചു നേരം TV കണ്ട് കിടന്നുറങ്ങി. ആവർത്തനങ്ങൾ മാത്രം. സ്വാതന്ത്ര്യം ഉണ്ടോ? മേലുദ്യോഗസ്ഥൻ പറയുന്ന പോലെ ജോലി ചെയ്യണം. ഫ്രീഡം ഇല്ല, സമയം ഇല്ല. ഇത്രയും കഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് അവസാനം പണം ഉണ്ടാവുമോ ചോദിച്ചാൽ വീടിൻ്റെയും കാറിൻ്റെയും പഠനം മറ്റു കാര്യങ്ങൾ EMIs ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നീക്കി വെക്കാനൊന്നും ഉണ്ടാവില്ല. കഷ്ടപ്പെട്ട് ഒപ്പിച്ച് അങ്ങനെ പോവാം. എന്നാൽ ഞാൻ പറയുന്നൊരു കാര്യം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇടത്തിരുന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വീട്ടിലിരിക്കാനാണ് ഇഷ്ടം, നിങ്ങൾക്ക് പുറത്തിറങ്ങാനേ ഇഷ്ടമല്ല, വീട്ടിൽ AC ഒക്കെ ഓൺ ചെയ്ത് ആ റൂമിൽ ഇരിക്കുന്നു, ഭക്ഷണം വരുന്നു, എനിക്ക് കംഫേർട്ടാണ് ഇഷ്ടമെങ്കിൽ ആ വീട്ടിലിരുന്ന് ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ പറയാൻ പോകുന്ന ഓപ്ഷൻസ് എന്താന്ന് പറഞ്ഞാലേ, ഇപ്പൊ സ്ഥിരം പറയല്ലോ കുറേ ടൈപ്പ് ചെയ്യാം അങ്ങനെ പണം ഉണ്ടാക്കാം എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഓപ്ഷൻസോ സ്കാമുകളൊന്നും അല്ല. സ്കിൽ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ജെനുവിനായിട്ട് നിങ്ങൾക്ക് ആ സ്കിൽസ് നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇടത്തിരുന്നിട്ട്, വീടാണെങ്കിൽ വീട്, യാത്ര ചെയ്യുമ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതാണ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ടീച്ചിങ് ആണ്. ടീച്ചിങ് എന്ന് കേൾക്കുമ്പോൾ ഇതെങ്ങനെ ഓൺലൈനിൽ ചെയ്യുന്നത്, ഇത് ശരിയാവും, ഇതിങ്ങനെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഇയാൾ തള്ളി മറക്കുന്നാവും എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. എന്നാൽ ഗാൻ അക്കാഡമി, ലക്ഷ്മി അക്കാഡമി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഓൺലൈനിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും. അവരുടെയൊക്കെ ഒരു സിസ്റ്റം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവരാദ്യം ഇതുപോലെ വീട്ടിലിരുന്ന് ഗൂഗിൾ മീറ്റ് വഴിയും സൂം വഴിയൊക്കെ കോൾ ചെയ്ത് അങ്ങനെ ക്ലാസ് എടുത്ത് പിന്നെ കുറേ കുട്ടികളായി, പിന്നെ അവരൊരു കമ്പനി രജിസ്റ്റർ ചെയ്ത്, എന്തിന് ബൈജൂസിനെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതുപോലെ ക്ലാസ് എടുത്ത് നടന്നിരുന്ന ഒരാളാണ്. അത് പിന്നീട് $1 ബില്യൺ കമ്പനിയായി. അത് ഇന്ന് പാപ്പരിൻ്റെ പക്കത്താണ്, അത് വേറെ കഥ. പക്ഷെ നിങ്ങൾ ആ ഐഡിയ ഫോക്കസ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് പഠിപ്പിക്കാൻ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ചെറിയ കുറച്ച് കുഞ്ഞുങ്ങളെയൊക്കെ സംഘടിപ്പിച്ച് വീട്ടമ്മമാരായാലും ജസ്റ്റ് ഒന്ന് പഠിപ്പിച്ച് നോക്കുക. അങ്ങനെ നിങ്ങൾ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ഇനി നിങ്ങളൊന്നും അറിയണ്ട, ആ ഫ്ലോയിൽ പോകുമ്പോൾ അത് നമ്മൾ പോലും അറിയാതെ നമുക്ക് അത്ര സ്കില്ലുണ്ടെങ്കിൽ ആവശ്യക്കാർ നമ്മളെ തേടി വരും എന്നുള്ളതാണ്. അടുത്തത് റൈറ്റേഴ്സ് ആണ്. എൻ്റർടൈൻമെൻറ്റ്, പ്രൊമോഷണൽ, എഡ്യൂക്കേഷണൽ, ഇങ്ങനെ ഏത് ഏരിയയിലെങ്കിലും നിങ്ങൾക്ക് എഴുതാനുള്ളൊരു താല്പര്യമുണ്ട്, എഴുതാനുള്ള സ്കില്ലുണ്ട്, നിങ്ങൾ എഴുത്തിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി ക്രിയേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടന്റ് റൈറ്റ് ചെയ്യുക, നിങ്ങൾ എഴുതുക, അത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് തന്നെ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ സിംപ്ലി ചെയ്യാൻ പറ്റിയ കാര്യം കുറച്ച് ഇൻഫ്ലുവൻസേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അവരോട് പറയാം, ഒരു മാസം ഞാൻ നിങ്ങൾക്ക് ഇത്ര കോണ്ടന്റ്സ് തരാം, നിങ്ങൾ ഇത്ര രൂപ എനിക്ക് പേയ്മെൻറ്റ് തന്നാൽ മതി. അങ്ങനെ നിങ്ങൾ ചെയ്യാം. അതോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ജോലി ചെയ്യുന്ന ആളായിരിക്കാം, പഠിക്കുന്ന ആളായിരിക്കാം, എന്തോ പാർട്ട് ടൈമായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ അതിൻ്റെ വരുമാനം കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ജോലി പിന്നീട് ഉപേക്ഷിക്കണം, അപ്പം പിന്നെ തീരുമാനിക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു, നിങ്ങൾ ഫോൺ നോക്കുന്നു, റിസർച്ച് നടത്തുന്നു, ഫോണിൽ തന്നെ കോണ്ടന്റ് എഴുതുന്നു, നിങ്ങൾ അയച്ചു കൊടുക്കുന്നു. ഡെയിലി 2 മണിക്കൂർ 3 മണിക്കൂർ ട്രാവൽ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഡെയിലി നിങ്ങളൊരു ഷെഡ്യൂൾ വെച്ച് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രാക്ടീസുമായി, നിങ്ങളുടെ ആ കോണ്ടന്റ്സ് ആളുകളിലേക്ക് എത്തലുമായി, നിങ്ങൾക്കത് വരുമാനം കിട്ടുന്നതുമായി. സോഷ്യൽ മീഡിയ ആയാലും പരസ്യ കമ്പനികളായാലും മുഖ്യധാര മാധ്യമങ്ങളായാലും എല്ലായിടത്തും കോണ്ടന്റ്സ് വേണം, എല്ലായിടത്തും റൈറ്റേഴ്സിനെ വേണം. പിന്നെ നിങ്ങൾ എഴുതി കൊടുക്കുന്ന അതേ കാര്യം തന്നെ നിങ്ങളൊരു ബ്ലോഗിലോട്ട് മാറ്റുകയാണെങ്കിൽ അതിനും വരുമാനം കിട്ടും, അത് ആഡ്സെൻസ് ആയി മാറും. പിന്നെ ആ എഴുതിയ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഒരു യൂട്യൂബ് ചാനലിലോട്ട് മാറ്റുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് വരുമാനം തരും. അടുത്തത് ഗ്രാഫിക് ഡിസൈനേഴ്സും വീഡിയോ എഡിറ്റേഴ്സും ആണ്. കൻവ എന്ന് പറഞ്ഞ ഒരു ആപ്പില്ലേ, അത് ഉപയോഗിച്ചിട്ട് പോസ്റ്റേഴ്സും തംബ്നെയിൽസ് അങ്ങനെയുള്ള വർക്ക്സ് ഒക്കെ ചെയ്തിട്ട് ഫ്രീലാൻസ് ചെയ്യുന്ന കുറേ സൈറ്റ്സ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ രജിസ്റ്റർ ചെയ്യാം, അവിടെ വിൽക്കാം. ഈ കൻവ ഉപയോഗിച്ച് ഇങ്ങനെ ഗ്രാഫിക് ഡിസൈനിങ് വർക്കൊക്കെ ചെയ്ത് പണം ഉണ്ടാക്കുന്ന സ്കൂൾ കുട്ടികൾ വരെ ഉണ്ട്. നിങ്ങളൊന്ന് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാവും.
ഈ സ്കൂൾ കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ഫ്രീ ടൈമിൽ അവരേതെങ്കിലും ഒരു ഫ്രീലാൻസ് സൈറ്റിൽ പോകും, അവരതിൻ്റെ ഏതെങ്കിലും വർക്ക് എടുക്കും, ചെയ്യും, കൊടുക്കും, പണം വാങ്ങും. അതിന് ഫോട്ടോഷോപ്പ് അറിയണ്ട, സ്പെഷ്യലൈസ്ഡ് ആയ ഒരു സ്കില്ലും വേണ്ട, ആ ആപ്പ് എങ്ങനെ ഉപയോഗിക്കാന്ന് അറിഞ്ഞാൽ മതി. വീഡിയോ എഡിറ്റേഴ്സിന്റെ കാര്യം പറഞ്ഞാൽ പണ്ട് ലക്ഷങ്ങൾ മുടക്കി ഒരു പരസ്യമൊക്കെ ഉണ്ടാക്കി പത്രത്തിലും ടി വിയിലൊക്കെ കൊടുക്കുന്നതിന് പകരം ജസ്റ്റ് ഒരു വീഡിയോ ഉണ്ടാക്കി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ നമ്മുടെ സ്ഥാപനം 4 ആൾ അറിയും. അതുകൊണ്ട് തന്നെ എല്ലാ ബ്രാൻഡ്സും സോഷ്യൽ മീഡിയയിലോട്ട് വന്നു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എവിടെയൊക്കെ വീഡിയോ ഉണ്ടോ അവിടെയൊക്കെ എഡിറ്റേഴ്സും വേണം. എഡിറ്റിംഗ് ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലോ നിങ്ങൾ യാത്ര ചെയ്യുന്നിടത്തൊക്കെ ഒരു ലാപ്പും കൊണ്ടുപോയി നിങ്ങൾ എൻജോയ് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കൊരു ഓഫീസിലും കയറണ്ട, ഇത്ര വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് മാസം ഇത്ര തന്നാൽ മതി, ഒരു വീഡിയോക്ക് ഇത്രയെന്നൊരു ഡീലും ചെയ്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന എമൗണ്ടിന് നിങ്ങൾ കൂടുതൽ ടാലന്റഡ് ആണെങ്കിൽ കൂടുതൽ എമൗണ്ട് കിട്ടും. ഫ്രീലാൻസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ അടുത്തൊരു ജോലി വെബ് ഡെവലപ്പിംഗ് ആണ്. കുറച്ച് വർഷം മുമ്പ് ഒരാളെന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാനൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി തരാം. അപ്പോൾ ഞാൻ ചോദിച്ചു എത്രയാണ് പേയ്മെൻറ്റ്? അയാൾ പറഞ്ഞു 20,000 രൂപയാണ്. ഞാൻ വേണമെങ്കിൽ ഒരു 2,000 രൂപയ്ക്ക് കുറച്ച് തരാം. അപ്പം ഞാൻ ജസ്റ്റ് ആ മൊമെൻറ്റ് ചിന്തിച്ചത്, ഒരു മാസം ഒരു 10 ആളെ അയാൾക്ക് കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് 2 ലക്ഷം രൂപ ഉണ്ടാക്കാം. ഇവിടെയുള്ള പല സ്ഥാപനങ്ങൾക്കും വെബ്സൈറ്റ് ഒന്നും ഇല്ല. സോ ഈ ഒരു ജോലിക്ക് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ HTML, ജാവ, പൈത്തോൺ അങ്ങനെയുള്ള ലാംഗ്വേജസ് ഒക്കെ പഠിക്കണം. കോഡിംഗ് എന്നൊക്കെ പറയുമല്ലോ, അത് പഠിക്കണം. അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെബ്സൈറ്റ്, ഷോപ്പിംഗ് വെബ്സൈറ്റുകൾ, ടൂൾസ്, ഗെയിംസ്, ആപ്സ് അതൊക്കെ ഉണ്ടാക്കാന്നുള്ളതാണ്. എന്നതിൻ്റെ രസം എന്താന്ന് പറഞ്ഞാൽ ഈ വെബ്സൈറ്റ് നിർമ്മാണത്തിന് ഇതൊന്നും ആക്ച്വലി ഇപ്പോൾ ആവശ്യമില്ല. ഇത് AI സഹായത്തോടു കൂടി ഇപ്പോൾ കൻവ എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് ഉണ്ട്, അതിൻ്റെ സഹായത്തോട് മിനിറ്റുകൾ കൊണ്ട് നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പറ്റും. പണ്ട് ഈ ടെംപ്ലേറ്റ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇത് സംഗതി AI വരുന്നതോടുകൂടി ആക്ച്വലി ജോലി നഷ്ടപ്പെടും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്നാൽ AI ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഫ്രീലാൻസേഴ്സിന് ആ ജോലി വേഗത്തിലാക്കാൻ പറ്റും. കൂടുതൽ ക്ലയൻസിനെ ഉണ്ടാക്കാനും പറ്റും. കൂടുതൽ ക്ലയൻസിനെ ഉണ്ടാക്കുകയും കുറഞ്ഞ ടൈം കൊണ്ട് അവർക്കുള്ള വർക്ക് ചെയ്തു കൊടുക്കാനും പറ്റും. ഫ്രീലാൻസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ അടുത്തൊരു ജോലി എന്ന് പറഞ്ഞത് ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റ് ആണ്. ഇപ്പോൾ ജിമ്മിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു ജിം ട്രെയിനർ വന്നിട്ട് നമ്മുടെ ഹെൽത്തൊക്കെ അനലൈസ് ചെയ്യും, ഈ ഭക്ഷണമാണ് കഴിക്കേണ്ടതെന്ന്, അതിന് നമുക്കൊരു ഡയറ്റീഷ്യനെ റെഫർ ചെയ്യും. അങ്ങനെ ഒരു കൺസൾട്ടൻ്റ് ഉണ്ട് നമുക്ക് നമ്മുടെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ. അതുപോലെ നമ്മുടെ ഫിനാൻസിൻ്റെ കാര്യത്തിൽ അയാൾ നമ്മളോട് പറയും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച്, ബഡ്ജറ്റിംഗ് ഉണ്ടാകുന്നതിനെ കുറിച്ച്, ടാക്സിനെ കുറിച്ച്, നമ്മുടെ വരവ് ചെലവ്, എങ്ങനെ വരവ് വർദ്ധിപ്പിക്കാം, ആ വരവ് വർദ്ധിപ്പിക്കാനുള്ള മറ്റു മാർഗങ്ങൾ. ഇത് പെട്ടെന്ന് പറഞ്ഞു തരില്ല. ലോങ് ടൈമിൽ അയാൾ നമ്മുടെ കൂടെ സഞ്ചരിക്കും. അയാളുടെ വീട്ടിലോ അയാളുടെ ജോലി സ്ഥലത്തോ ഇരുന്നുകൊണ്ട് നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഇപ്പോഴും ചോദിക്കാം. അയാൾക്ക് കുറേ ക്ലയൻസ് ഉണ്ടാവും. അയാളുടെ ജോലി തന്നെ അവരുമായിട്ട് സംവദിക്കലാണ്. ചുരുക്കി പറഞ്ഞാൽ അയാളെ സംബന്ധിച്ച് ഇപ്പം എന്താ അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഫിനാൻസിനെ കുറിച്ചുള്ള നോളേജ് അറിയണം, ഈ ആപ്സ് ഒക്കെ ഉപയോഗിക്കാൻ അറിയണം, അനലൈസ് ചെയ്യാനുള്ള ആപ്സ് ഉപയോഗിക്കാൻ അറിയണം. 2 തരത്തിലേ നമുക്ക് ഓൺലൈനിൽ നിന്ന് പണം ഉണ്ടാക്കാൻ പറ്റും. ഒന്നിപ്പം ഞാൻ പറഞ്ഞ സ്കിൽ ബേസ്ഡും, അടുത്തത് ഫോളോവേഴ്സ് ബേസ്ഡും ആയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് സ്കില്ലാണുള്ളത് അത് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കോണ്ടന്റ്സ് പോസ്റ്റ് ചെയ്യുക. ബേസിക്കലി ആളുകൾ നിങ്ങളെ തേടി വരും എന്നുള്ളതാണ്. പിന്നെ ലിങ്ക്ഡിനിൽ ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ലിങ്ക്സ് കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാൻ പറ്റിയ സൈറ്റ്സിൻ്റെ. അതൊക്കെ പോയി അതിലൊക്കെ രജിസ്റ്റർ ചെയ്യുക. ഇപ്പം ഞാൻ പറഞ്ഞ ജോലികളൊക്കെ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തു, നല്ല വരുമാനം കിട്ടി, എന്നാൽ സമയം തികയുന്നില്ല. അപ്പോൾ കൂടെ ഒരു ടീമിനെ കൂടി കൂട്ടി വരുമാനം പിന്നെയും വർദ്ധിപ്പിച്ചു. നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്ര നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. അതും സ്വാതന്ത്ര്യത്തോടു കൂടി എന്നുള്ളതാണ്. നിങ്ങളുടെ സ്കിൽസ് എന്താണെന്നൊക്കെ നോക്കിയിട്ട് ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് നോക്കാം. സോ ഞാൻ ആ ഫ്രീലാൻസ് വെബ്സൈറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം, ചെക്ക് ചെയ്യൂ. ഇസ്മി MK ചെയ്തേ.